വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് സെം ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ എലിസബത്തൻ തിയേറ്റർ ആൻഡ് ലിറ്ററേച്ചർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എലിസബത്തൻ തിയേറ്ററും ലിറ്ററേച്ചറും ക്യൂൺ എലിസബത്ത് ഫസ്റ്റിൻ്റെ ഭരണകാലത്താണ് സമൃദ്ധമായിട്ടുള്ളത്. ഈ ഒരു ഏജ് എന്നുള്ളത് മാർക്ക് ചെയ്യുന്നുള്ളത് എ ഗോൾഡൻ ഏജ് ഇൻ ഇംഗ്ലീഷ് ഡ്രാമ ആൻഡ് ലിറ്റററി അച്ചീവ്മെൻറ്റ്. ഇംഗ്ലീഷ് ഡ്രാമൻ്റെയും അതുപോലെ തന്നെ ലിറ്റററി അച്ചീവ്മെൻറ്റിൻ്റെയും ഗോൾഡൻ ഏജ് ആയിട്ടാണ് ഈ ഒരു കാലം എന്നുള്ളത് മാർക്ക് ചെയ്യുന്നുള്ളത്. ഇനി ആ ടൈമിൽ ഉണ്ടായിട്ടുള്ള പബ്ലിക് പ്ലേ ഹൗസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലാർജ് ഓപ്പൺ എയർ തിയേറ്റേഴ്സ് ലൈക്ക് ദ ഗ്ലോബ്, ദ റോസ് ആൻഡ് ദ സ്വാൻ ബിക്കം പോപ്പുലർ. ഇതൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് പോപ്പുലറായിട്ടുണ്ടായിട്ടുള്ള തിയേറ്റേഴ്സ് എന്നുള്ളത്. ഇനി മെയിൽ ആക്ടേഴ്സ് മാത്രമാണ് അന്ന് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വുമൺ വെർ നോട്ട് അലൗഡ് ടു പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടായിട്ടില്ല. യങ് ബോയ്സ് ആണ് ഫീമെയിൽ റോൾസും ചെയ്തിരുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ്, മാക്ബത്ത്, റോമിയോ ആൻഡ് ജൂലിയറ്റ്, എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ഇതൊക്കെയായിരുന്നു ആ ഒരു ടൈമിലുള്ള വില്യം ഷേക്സ്പിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സ്. ക്രിസ്റ്റഫർ മാർലോൻ്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ടെമ്പർലൈൻ ആയിരുന്നു ആ ഒരു സമയത്തെ ഇമ്പോർട്ടൻറ്റ് പ്ലേ റൈറ്റ്സിൽ പെട്ടത്. അതുപോലെ തന്നെ ബെൻ ജോൺസൻ്റെ വാൽപ്പൻ, എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമറൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് എന്നുള്ളത്. ഇനി തോമസ് കെയ്ഡിൻ്റെ ദ സ്പാനിഷ് ട്രാജഡിയാണ്. ഇതൊക്കെയാണ് ആ ഒരു ഏജിലുണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് എലിസബത്തൻ ലിറ്ററേച്ചറിനെ പറ്റിയിട്ടാണ്. ആ ഒരു സമയത്ത് വൈഡ്ലി പോപ്പുലർ ആയിട്ടുള്ളത് ലിറിക് ആൻഡ് പാസ്റ്ററൽ പോയട്രി ആയിരുന്നു. ഇനി സോണറ്റ് ഫോം ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റ്ലി റൈറ്റേഴ്സ് ലൈക്ക് വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ സോണറ്റ്സ്, അതുപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ദ ഫെയറി ക്യൂൺ, എ നാഷണലിസ്റ്റ് എപ്പിക്, അതുപോലെ തന്നെ സർ ഫിലിപ്പ് സിഡ്നിയുടെ ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല എന്ന ആ ഒരു വർക്കൊക്കെയാണ് എന്തായിട്ടുള്ളത് സോണറ്റ് ഫോം ചെയ്തിട്ടുള്ളത് പെർഫെക്റ്റ്ലി. അതുപോലെ തന്നെ ഈ ഒരു ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല എന്നുള്ള ആ ഒരു വർക്ക് ആൻഡ് ഏർലി സോണറ്റ് സീക്വൻസ് ആണ്. ഇനി എലിസബത്തൻ ലിറ്ററേച്ചറിലെ പ്രോസിനെ പറ്റിയിട്ടാണ് പറയുന്നുള്ളത്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസ് എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഏത് കാരണമായിട്ട്? ഡ്യൂ ടു ദ റിഫോർമേഷൻ കാരണമായിട്ട് തന്നെ ഈ ഒരു റിലീജിയസ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പ്രോസൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾസ് ആയിട്ടുള്ള ഹോളിൻഷർട്സിൻ്റെ ക്രോണിക്കിൾസൊക്കെ ഷേക്സ്പിയറിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി ഫിലോസഫൽ വർക്ക്സ് ബൈ ഓതേഴ്സ് ലൈക്ക് ഫ്രാൻസിസ് ബേക്കൺ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഏർലി ഇംഗ്ലീഷ് എസ്സേ റൈറ്റിംഗ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നുള്ളത് ഫിലോസഫിക്കൽ വർക്ക്സ് ബൈ ഓതേഴ്സ് ലൈക്ക് ഫ്രാൻസിസ് ബേക്കൺ ഒക്കെ ഇങ്ങനെയുള്ള ഓതേഴ്സൊക്കെയാണ് ഏർലി ഇംഗ്ലീഷ് എസ്സേ റൈറ്റിംഗ് ഒക്കെ ഷേപ്പ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ തിയേറ്റർ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എലിസബത്തൻ ഐഡിയൽസ്, പൊളിറ്റിക്കൽ ഇൻട്രിക് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനകൾ, അതുപോലെ തന്നെ നാഷണൽ പ്രൈഡ് ആൻഡ് ഹ്യൂമൻ കോംപ്ലക്സിറ്റി ഒക്കെയാണ് ഈ ഒരു തിയേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. ഇറ്റ് ബിക്കം എ സിമ്പിൾ ഓഫ് ഇംഗ്ലീഷ് റിനേസൻസ് തോട്ട്. ഈ ഒരു തിയേറ്റേഴ്സ് എന്തായിട്ട് മാറുന്നുണ്ട്? ഇംഗ്ലീഷ് റിനേസൻസ് തോട്ടിൻ്റെ ഒരു സിമ്പിളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് ന്യൂ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു തിയേറ്റേഴ്സൊക്കെ. പിന്നെ പറയുന്നുള്ളത് ഡ്രാമയും ലിറ്ററേച്ചറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മോഡേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രാമയും ലിറ്ററേച്ചറൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക.